ഹായ് ചെങ്ങന്മാരെ മതിരാണേ. ഇനി നമുക്കൊരു റെക്ലീനറിന്റെ വർക്കാട്ടോ. എന്നാൽ ഈ റെക്ലീനറിന്റെ പ്രത്യേകത പറഞ്ഞാല് ഒന്ന് റാക്കി ടൈപ്പ് ആണ്, നമ്മൾ ആടുന്ന ടൈപ്പുള്ള റാക്കി ടൈപ്പാണ്. രണ്ടാമത്തെ പ്രത്യേകത പറഞ്ഞാല് ഇത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും കേട്ടോ. അതായത് നമുക്ക് സോഫയിൽ ഇരുന്ന് ഞാൻ ഫുള്ള് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ സെറ്റപ്പ് വരുന്നത്. പിന്നെ മൂന്നാമത്തെ പ്രത്യേകത പറഞ്ഞാൽ ഇത് മോട്ടർ മോളിൽ വർക്ക് ചെയ്യുന്നതാണ്, മോട്ടറൈസ്ഡ് റെക്ലീനറാണ്. ഇതിൽ നമുക്കൊരു അഡാപ്റ്റർ ചാർജർ കൺട്രോൾ ചെയ്യുന്ന ഉണ്ട്, 2 സ്വിച്ച് ഉണ്ട്. പിന്നെ വേറൊരു സാധനമൊന്നുമില്ല, പിന്നെ സ്വിച്ചിൻ്റെ ഒരു കവറുണ്ട്, വേറെ സാധനങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇത് പിന്നെ നമ്മൾ ഈ സ്വിച്ചിൽ ഒരു USB പോർട്ട് കൂടി വരുന്നുണ്ട് നമ്മൾ ചാർജിങ്ങിനായിട്ടുള്ള. അപ്പോൾ നമുക്ക് ഇതൊന്ന് കണക്ഷൻ കൊടുത്ത് നോക്കിയാലോ, ഒന്ന് വർക്ക് ചെയ്ത് കാട്ടിത്തരാം. ഒന്നുമില്ല, മെയിനായിട്ട് നമ്മൾ കറണ്ട് വരുന്ന വയറ് നമ്മൾ നേരിട്ട് അഡാപ്റ്ററിൽ കൊടുക്കുക. ഇവിടെ പോയിന്റ് വരുന്നുണ്ട്, ആ പോയിന്റിൽ കറക്റ്റ് കുത്തി കൊടുക്കാണ്ട് ഇത് നേരെ പ്ലഗ് കൊടുക്കുക. പിന്നെ ഇതിന്മേന്ന് വരുന്ന 2 വയറുണ്ടാവും. ഒന്ന് സ്വിച്ചിൻ്റെ വയറാണ് വരിക, സ്വിച്ചിൻ്റെ നമ്മൾ കൊടുക്കുക. അതിന് മുമ്പ് ഇത് കറണ്ട് ഇതിലേക്ക് മോട്ടറിലേക്ക് പാസ് ചെയ്യാനുള്ള ഒരു കണക്ഷൻ ഉണ്ടാവും. അതിൻ്റെ പോയിന്റ് ഇവിടെയാണ് വരുന്നത്. ഇത് പോയിന്റ് 2 കൂടി ഒന്ന് വലിയ പിന്നെ ഒരു ചെറിയ പിന്നെ ഉണ്ടാകുക. അതുപോലെ തന്നെ ഇതിൻ്റെ അതേ കണക്ഷൻ തന്നെയാണ്, അപ്പോൾ തിരിഞ്ഞു പോയിരുന്നില്ല. ജസ്റ്റ് കുത്തി കൊടുക്കുക, കണക്ഷൻ ആക്കിക്കുക. പിന്നെ നമുക്ക് ആകെ വരുന്നത് ഈ സ്വിച്ച് കണക്ട് ചെയ്യാന്നുള്ളതാണ്. സ്വിച്ചിൻ്റെ ഇവിടെ അതേപോലെ തന്നെ ചെറിയൊരു വെട്ട് വരും, ആ വെട്ട് ഇതിന് കണക്കാക്കി കുത്തി കൊടുക്കുക ചെയ്യാറില്ല. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പ്ലഗിന് കണക്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്ഷൻ റെഡി. ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് കാട്ടിത്തരാം കേട്ടോ. ഇത് 2 സ്വിച്ച് വരുന്ന ഒന്ന് പൊന്താനുള്ള ഒന്ന് താഴെയുള്ളതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതാക്കുന്ന നമ്മളെ മോട്ടർ വർക്ക് ചെയ്യാണ്. നമുക്ക് എപ്പോഴാണോ നിർത്തേണ്ടത് ആ സമയത്ത് നിർത്താം. നമ്മൾ താഴോട്ടാക്കണമെങ്കിൽ ആക്കാം, പൊന്തിക്കണമെങ്കിൽ പൊന്തിക്കാം. ഫുള്ള് പൊന്തിച്ച് ഞാൻ ഇത്രയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് വർക്ക് ചെയ്താൽ ഞാൻ പിന്നെ അങ്ങനെ റാക്കിയായിട്ട് വർക്ക് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ തോനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബാലൻസ് നമുക്ക് ബാക്കോട്ടും മുന്നോട്ടും വേറെ തെരഞ്ഞയും കൊണ്ട് ഇത് ചിലപ്പോൾ മറിഞ്ഞു പോകാൻ മതി. കാരണം ഇത്ര ഏരിയ ആണല്ലോ ഇതിൽ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ നമ്മൾ റാക്കിയായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ മറിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇത് നമുക്ക് ഫുള്ള് താത്തി വെച്ച് കഴിഞ്ഞാൽ താത്തുന്നതനുസരിച്ച് നമ്മൾ റാക്കി കൂടി കിട്ടും. പിന്നെ ഇത് ഫുള്ള് താത്തി വെച്ചാലേ നമുക്ക് ഒരുപാട് റാക്കിയായി കിട്ടും. അപ്പോൾ അതാക്കുന്ന ഫുള്ള് റാക്കിയായി വർക്ക് ചെയ്യും. ഫുള്ള് താത്തി വെച്ചാൽ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ കാണാം. അപ്പോൾ ഇങ്ങനത്തെ റെക്ലീനറോ അല്ലെങ്കിൽ സോഫ കർട്ടന് ആവശ്യമുള്ള ആളുകളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി. നമ്മുടെ ഷോപ്പ് വരുന്നത് ഓമശ്ശേരി മുക്ക റോട്ടിൽ പൂളപ്പൊയിൽ വരുന്ന സ്ഥലത്താണ്, അതായത് കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ.